ഹായ് ഓൾ. നീറ്റ് 2026 മെയ് ആദ്യ ആഴ്ചയിൽ ആരംഭിക്കുന്ന MBBSൻ്റെയും BDSൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരി മാസത്തിൽ ആരംഭിക്കുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് ആധാർ കാർഡ്, അതുപോലെ തന്നെ ഡിസേബിൾഡ് പേഴ്സൺസ് ആണെങ്കിൽ UD ID കാർഡ്, റിസർവേഷൻ കാറ്റഗറിയിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ഡേറ്റ് ചെയ്യേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ nta.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് നമുക്ക് ആധാർ കാർഡിൻ്റെ പ്രാധാന്യം നോക്കാം. ആധാർ കാർഡിൽ കാൻഡിഡേറ്റിൻ്റെ പേര്, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്സ് എന്നിവ അപ്ഡേറ്റഡ് ആണോ എന്നുള്ളത് പരിശോധിക്കുക. ഡിസേബിൾഡ് പേഴ്സൺസ് ആണെങ്കിൽ UD ID കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. റിസർവേഷൻ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ OBC നോൺ ക്രിമിലെയർ, EWS, SC ST വിഭാഗത്തിലൊക്കെ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ സർട്ടിഫിക്കറ്റ് അത് എടുത്തു വെക്കുക. ഫെബ്രുവരി മാസത്തിൽ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നതിന് ഇതൊക്കെ ഏറ്റവും അനിവാര്യമാണ്. ആധാർ കാർഡിൻ്റെ അപ്ഡേഷൻ, അതുപോലെ തന്നെ ബയോമെട്രിക്, ഏതെങ്കിലും ഒരു മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതൊക്കെ പ്രാധാന്യം അർഹിക്കുന്നു. ഈ കഴിഞ്ഞ JEE ഓൺലൈൻ അപ്ലൈ ചെയ്ത സമയത്ത് ആധാർ കാർഡിൻ്റെ ആവശ്യകത നിങ്ങൾ കണ്ടതാണല്ലോ. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിൻ്റെ ലൈവ് ഫോട്ടോ ഒക്കെ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോട്ടോ ആയിട്ട് വെരിഫൈ ചെയ്യുന്നതിന് ഏറ്റവും അപ്ഡേറ്റഡ് ഫോട്ടോ അനിവാര്യമാണ്. അപ്പം nta.ac.in എന്ന വെബ്സൈറ്റിലെ നീറ്റ് 2026 ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഫെബ്രുവരി മാസത്തിൽ നീറ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കും. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.